അർജുൻ എന്ന കോഴിക്കോട്ടുകാരനായ ചെറുപ്പക്കാരൻ നമ്മുടെയൊക്കെ മുമ്പിൽ ഇപ്പോൾ മനസ്സിലൊരു നീറ്റലായി. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ആ ഒരു ലോറി ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന അർജുൻ ഒരു ലോഡ് തടിയുമായിട്ട്, അക്കേഷ്യ തടിയുമായിട്ട് ഈ കർണാടകയിലെ ഷിരൂരിലൂടെ കടന്നു വരികയാണ്. അപ്രതീക്ഷിതമായി ഒരു മലയിടിച്ചിലുണ്ടാകുന്നു. ഒരു മല ഒന്നാകെ ഇടിഞ്ഞ് റോഡിലേക്കും അതേപോലെ തൊട്ടടുത്തുള്ള നദിയിലേക്കും പുഴയിലേക്കും വീഴുകയാണ്. ഇത് ആദ്യം എല്ലാവരും ധരിച്ചത് ഈ ഇടിഞ്ഞ വീണ റോഡിലേക്ക് മല ഇടിഞ്ഞ് വീണ ഭാഗത്ത് ആ മണ്ണിനടിയിൽ ഈ ലോറിയും അർജുനും പെട്ടു എന്നുള്ള ഒരു ധാരണയിലാണ് ഒരുപാട് പേര് മുമ്പോട്ട് നീങ്ങിയത്. അത് കുറേ എക്സ്പേർട്സ് എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ ചുമ്മാതെ ചെന്നിട്ട് ആ സംസ്ഥാനത്തിൻ്റെ അധികാരമാണ് യഥാർത്ഥത്തിൽ അവിടെ ലോ ആൻഡ് ഓർഡർ നോക്കുന്നതും ഇതേപോലെ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ നടത്തുന്നതും അവരാണ് ചെയ്യേണ്ടത്. അതിലേക്ക് കടന്നു കയറി ഒരുപാട് ബഹളം ഉണ്ടാക്കി. മാധ്യമങ്ങളും ഒരുപാട് അനാവശ്യമായിട്ട് ആദ്യം മുതൽ ഇതിനകത്ത് കയറി ഇടപെട്ടു. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മുമ്പോട്ട് പോയി. അവസാനം ഈ മണ്ണ് മാറ്റാനെടുത്ത സമയം നമുക്കൊക്കെ അറിയാം എന്തുമാത്രം. അത് മാറ്റി നോക്കിയപ്പോൾ അതിനിടയിൽ ലോറിയില്ല. അപ്പോൾ പണ്ട് അവർ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇത് പുഴയിലേക്ക് വീണതാണ് എന്നുള്ളൊരു ഒരു ഒരു ഊഹം ഉണ്ടായി. അത് നോക്കുമ്പോൾ എന്താ അറിയോ, 40 അടിയാണ് പുഴയുടെ അവിടുത്തെ ആഴം. 40 അടി വെള്ളമുണ്ട് അവിടെ ആഴം. അതിനകത്തൊരു കുന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 40 അടിയും കഴിഞ്ഞ് വീണ്ടും മണ്ണ്, അത്രത്തോളം മണ്ണ് ഇവിടേക്ക് ഒലിച്ചിറങ്ങി പോയി എന്ന് അറിയാം. മാത്രമല്ല ഇത് വളരെ വലിയ ഒഴുക്കുള്ള ഒരു പുഴയാണ്. അടിയൊഴുക്കെന്ന് പറഞ്ഞാൽ കുത്തൊഴുക്കാണ്, ഒരു നിവൃത്തിയില്ല ആർക്കും. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇറങ്ങണമെങ്കിൽ പോലും മാർഗമില്ല. എന്നാലും നേവിയുടെ ആളുകളൊക്കെ വന്നിട്ട് ഇപ്പോൾ അത് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആ ഡ്രോൺ വെച്ചുള്ള തെരച്ചിലിൽ ഈ ലോറി ഈ പുഴയിലുണ്ട്, മണ്ണിനടിയിലുണ്ട് എന്നുള്ള ഒരു വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ലോറി മാത്രമല്ല, വലിയൊരു ടവർ, മൊബൈൽ ടവർ, അത് കിടപ്പുണ്ട് ഇതിനകത്ത്. അതുപോലെ റോഡിൽ നിന്ന് ഒഴുകിപ്പോയ റോഡിൻ്റെ ബാരിയറിൽ ഉപയോഗിക്കുന്ന ലോഹഭാഗങ്ങൾ അത് ഇതേപോലെ ഒഴുകി കിടപ്പുണ്ട്. ഇത് മുഴുവൻ ഇടിഞ്ഞു വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താ, നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാം. നമ്മുടെ മലയാളികൾ ക്ഷമയില്ലാത്ത ഒരുപാട് ആളുകൾ. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത്രത്തോളം ഒരു നാച്ചുറൽ കലാമിറ്റി, ഇതാരും വരുത്തി വെച്ചതല്ല. പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് നമുക്ക് പറയാം. ഒരു നാച്ചുറൽ കലാമിറ്റിയാണ്. ആ കലാമിറ്റിയിൽ ഇതുപോലെ വന്നിങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു. ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണാതാവുന്നു. അപ്പോൾ അദ്ദേഹം ലോറിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്നും വ്യക്തമല്ല. അതിനി ആ ലോറി എടുത്താൽ, അല്ലെങ്കിൽ ഈ ഡൈവേഴ്സ്, നീന്തൽ വിദഗ്ധർ അവിടെ മുങ്ങി നോക്കി, അവിടെ പോയി നോക്കിയാലേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒഴുക്ക് വെച്ച് നോക്കുമ്പോൾ ആ ഒഴുക്കിന് ഒരു തടയിടാതെ ഈ ഡൈവേഴ്സിന് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഒരു റിട്ടയേർഡ് നമ്മുടെ മേജർ ജനറൽ, അദ്ദേഹം ഒരു മലയാളിയും കൂടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അദ്ദേഹം ഇത് വളരെ നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊരു ശരിയായ വിവരണം യഥാർത്ഥത്തിൽ തന്നിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഉത്തരവാണ്. അപ്പം നമുക്ക് ഈ ആവശ്യമില്ലാതെ ഒരുപാട് യൂട്യൂബേഴ്സും അതേപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളുടെ ഒരു അനാവശ്യ ഇടപെടലും മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ തെരച്ചിൽ പോലും ആദ്യം പുഴയിൽ അവർ ആദ്യം തെരഞ്ഞു പോയാൽ അത് സമ്മതിച്ചില്ല. കരയിലാണ് എന്ന് നിർബന്ധമായിട്ട് എല്ലാവരും കൂടെ അങ്ങ്, ഇവിടുത്തെ എക്സ്പേർട്സ് അല്ലേ, എല്ലാവരും എക്സ്പേർട്സ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അങ്ങോട്ട് പറയാൻ തുടങ്ങി. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. എന്തായാലും അതിൽ കയറി ഇടപെട്ടു. അതിനിടയിൽ അവിടെ പോയി വഴക്കുണ്ടാക്കുക. അവിടെ പോലീസുകാരെ വരെ നിയന്ത്രിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? അത് ആ സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ് അവരുടെ ലോ ആൻഡ് ഓർഡർ നോക്കുക. ഈ ദുരന്ത സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ പോയാൽ ഇത് തെരച്ചിലൊക്കെ ദുഷ്കരമാകും. അനാവശ്യമായ ഇടപെടലുകൾ മൂലം ഈ താമസം ഇതിനകത്ത് നേരിട്ടു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് ആരും സമ്മതിച്ചേ പറ്റുള്ളൂ. മാത്രമല്ല, മുമ്പൊരിക്കൽ ഒരു മിലിറ്ററി ഓഫീസർ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു കേട്ടോ. അതായത് ബോംബെയിൽ താജ് ഹോട്ടലിൽ നടന്ന ഒരു അറ്റാക്ക് ഉണ്ടല്ലോ, അത് നടന്നപ്പോൾ നമ്മുടെ വിലയേറിയ കുറേ കമാൻഡോസിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. എന്താ കാര്യം എന്നറിയാം? കാരണം ഇത് മുഴുവൻ ലൈവായിട്ട് കാണിക്കുകയാണ്. ഈ കമാൻഡോസ് അവിടെ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ കമാൻഡോസ് ഹോട്ടലിൽ പ്രവേശിച്ചു, മേളിൽ കയറി. ഇവന്മാർ, ഈ ഭീകരർ, അതിലുള്ളവന്മാർ ഈ മുറിയിൽ ടെലിവിഷനിൽ ഇതുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കണ്ടിട്ട് എങ്ങനെ അവരെ കൊല്ലണം എന്നുള്ളത് അവർക്ക് ശരിയായ രീതിയിൽ ഒരു രൂപരേഖ ഉണ്ടാക്കാൻ പറ്റി.
അങ്ങനെ യഥാർത്ഥത്തിൽ നല്ല കാര്യമായും മാധ്യമങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണം. പക്ഷേ ഇവിടെ അനാവശ്യമായ ആ ഇടപെടലിന് മൂലം എത്ര ജീവനാ പൊലിച്ചു പോയെന്നറിയോ? വിലയേറിയ ഒരു കമാൻഡോയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കോടിയാണ്, കോടികൾ വിലമതിക്കാൻ പറ്റുന്നതാണ് ഒരു കമാൻഡോയുടെ ജീവൻ. കാരണം ഒരു കമാൻഡോ എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, അതിന് ആ മനുഷ്യൻ ചെലവാക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ സമയം, അദ്ദേഹം ഇതുപോലെ കുടുംബം ആളുകളൊക്കെ ഉള്ള ആളുകളല്ലേ അവരെല്ലാം. അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരുപാട് യഥാർത്ഥത്തിൽ സംയമനം പാലിക്കണം മാധ്യമങ്ങൾ. അതില്ലാതെ പോയത് കൊണ്ടാണ് അങ്ങനൊരു പ്രശ്നം ഉണ്ടായതും. ഒരു മിലിറ്ററി ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഒരുപാട് ജീവൻ നഷ്ടപ്പെടാനിടയായത് ഈ ഇത് മാധ്യമങ്ങളത് ലൈവ് കാണിച്ചത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഇതുപോലെ ആയിരിക്കണം എല്ലാ കാര്യത്തിലും. ഇതുപോലെയുള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു ഇടപെടലുണ്ടെങ്കിലുണ്ടല്ലോ, അത് വലിയ ബുദ്ധിമുട്ടാണ്. ആ സംഭവ സ്ഥലത്തേക്ക് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെ കടത്തിവിടാതെ തടയുകയൊക്കെ ചെയ്യുന്നത് നല്ലതേ ഉള്ളൂ, തെറ്റൊന്നുമുള്ളതല്ല. കാരണം ഈ തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള ആ സൗകര്യം കിട്ടും. അവർക്ക് അതിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അത് ഒരു നല്ല രീതിയിൽ അത് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടും. ഇത് അതില്ലാതെ പോയിട്ട് ആവശ്യമില്ലാത്ത ഇടപാടിലാണ്. ഇവിടെ മെഗാഫോൺ കൊണ്ടുപോയാണ് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് സംസാരിക്കുകയാണ്. അവിടെ അതിൻ്റെ എടുക്കുന്നു, മറ്റേത് മാറ്റുന്നു. ഇതൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായതാണ്. ഏതായാലും ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുന്നോ ഇല്ലയോ എന്ന് അറിയുന്നില്ല. അദ്ദേഹത്തിന് ജീവന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. നന്നായിരിക്കട്ടെ. അത് ഇനി ആ ലോറിക്ക് ഉള്ളിൽ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയാൻ പറ്റുന്നില്ല. കാരണം അത് ആ ലോറി ഉയർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കഠിനമായ ശ്രമങ്ങൾ വേണ്ടിവരും. മാത്രമല്ല ഈ ഡൈവേഴ്സിന് ഇറങ്ങത്തക്കവണ്ണമുള്ള നീരൊഴുക്ക്, അതായത് ഒഴുക്ക്, അടിയൊഴുക്ക് കുറയണം. കാരണം അത് ഈ 2-ൽ കൂടുതൽ ആ പോയിന്റ് 2 പോയിന്റിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 4-5 പോയിന്റൊക്കെയാണ് ഈ ഒഴുകുന്നത്. ഒരു മാർഗ്ഗമില്ല അവർക്ക്. അവർ നോക്കിയിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവരും മനുഷ്യരല്ലേ. നമ്മളിതൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യജീവൻ നമുക്ക് വളരെ വലുതാണ്. അതുപോലെയാണ് ഈ തെരച്ചിലിന് ഇറങ്ങുന്ന ആളുകളുടെയും ജീവൻ നമ്മളത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മളൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറച്ച് സംയമനം പാലിക്കണം. ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇതാരും വരുത്തി വെച്ചതല്ല ഈ ദുരന്തം. അത് നമ്മൾ മനസ്സിലാക്കണം. ആരുടെയെങ്കിലും ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നു, ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടായി. ഇത് അവരൊന്നും ചെയ്തല്ല. ഒരു നാച്ചുറൽ കലാമിറ്റി, വെള്ളം കുന്നിനകത്ത് തിങ്ങിയിട്ട് അത് കണ്ടെയ്ൻ ചെയ്യാൻ വയ്യാതെ വരുമ്പോൾ അത് പൊട്ടും. നമ്മുടെ ഉരുള് പൊട്ടുന്നില്ലേ? അതിന് പകരം ഇവിടെ മല തന്നെ പൊളിഞ്ഞിങ്ങി വരികയാണ്, ഒരു മല. അപ്പോൾ അത് മുൻകൂട്ടി കാണാനൊന്നും ആർക്കും പറ്റുന്നതല്ല. കാരണം ഇപ്രാവശ്യത്തെ മഴ അതുപോലായിരുന്നു. ഈ രീതിയിലുള്ള ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ എല്ലാവരും സംയമനം പാലിക്കണം. കാരണം അത് കുറച്ച് വളരെ ഇത്രയും ബന്ധപ്പെടുന്നില്ലേ, ഇത്രത്തോളം അവർ ആ സംസ്ഥാനത്തെ കർണാടക സംസ്ഥാനക്കാരെയും പ്രകീർത്തിച്ചേ പറ്റുള്ളൂ. കാരണം അവർ ഇതുപോലെ വളരെ കഷ്ടപ്പെട്ട് ഈ പണിയെല്ലാം ചെയ്യുന്നില്ലേ, അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മലയാളികളും പിന്നെ കന്നഡക്കാരും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ ഈ രീതിയിലൊക്കെയാണ് ഇത് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നത്. അത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. കാരണം അവിടെ ഉള്ളവർ നന്നായിട്ട് ഇതുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. അവിടെയുള്ള 2 സഹോദരങ്ങൾ, അതിൽ വേറെ 3 പേരാണ്. ഒരാളുടെ ബോഡി ഭാഗം കുറേ കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ അതാ മറ്റേ ടാങ്കറിൻ്റെ ഡ്രൈവറുടേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി, സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് തന്നെ അതിൻ്റെ ആ തലഭാഗം വേർപെട്ട്, അതായത് ഈ ടാങ്കറിൻ്റെ ആ ക്യാബിൻ വേർപെട്ട് അങ്ങ് പോകും. പക്ഷേ ഈ ലോറിയുടെ ക്യാബിൻ അങ്ങനെ വേർപെടുന്ന വിധത്തിലുള്ളതല്ല. ഈ ബെൻസിൻ്റെ ഇത് ആ രീതിയിലുള്ളതല്ല. അപ്പോൾ അത് നന്നായിട്ട് മുറുക്കി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ക്യാബിൻ വേർപെട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ലോറിക്കുള്ളിൽ അദ്ദേഹം കാണാം, അല്ലെങ്കിൽ അത് വെളിയിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും അതിനെക്കുറിച്ച് പ്രതീക്ഷയില്ല. പിന്നെ ക്യാബിനകത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്നാലും മണിക്കൂറുകളല്ലേ പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഒരു സമാധാനത്തോടു കൂടി വേണം ഇത് കാണാൻ. ഒരു മനുഷ്യജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം നന്നായിട്ട് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം.